നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ജലോത്സവം ഓഗസ്റ്റ് 26 ബുധനാഴ്ച തിരുവോണനാളിൽ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സരയൂ തീരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. തൃശൂർ ദേശമംഗലം തലശ്ശേരിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. കുട്ടനെല്ലൂരിൽ വാഹനത്തിൽ നിന്നും ഇരുമ്പ് പൈപ്പ് വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ മനക്കുടി സ്വദേശി അറസ്റ്റിൽ. ഗുരുവായൂരിൽ ചരിത്രം കുറിച്ച റെക്കോർഡ് വിവാഹം. തിങ്കളാഴ്ച നടന്നത് 416 വിവാഹങ്ങൾ. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ജലോത്സവം ഓഗസ്റ്റ് 26 ബുധനാഴ്ച തിരുവോണനാളിൽ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സരയൂ തീരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ജലോത്സവം യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വള്ളംകളി മത്സരത്തിന് മുൻപ് വർണ്ണാഭമായ ജലഘോഷയാത്ര ഗീതാഗോപി എം.എൽ.എ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം കനോലി കനാലിൽ ഇരുകരകളുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ജലോത്സവം നടക്കുക. എ, ബി എന്നീ 2 ഗ്രേഡുകളിലായാണ് വള്ളംകളി മത്സരം നടക്കുക. എ ഗ്രേഡിൽ 7ഉം ബി ഗ്രേഡിൽ 12ഉം വള്ളങ്ങൾ ഉൾപ്പെടെ 19 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. തൃപ്രയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജലോത്സവം നടത്തുന്നത്. ജലോത്സവം പൂർണ്ണമായും ഇൻഷൂർ ചെയ്തിട്ടുണ്ടെന്ന് തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ബെന്നി തട്ടിൽ, ആൻഡോ തൊറയിൽ, റോബിൻ സി.ജെ എന്നിവർ അറിയിച്ചു. തൃപ്രയാറിന്റെ ഇരു കരകളുടെയും സംയുക്ത നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത്, അന്തിക്കാട്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകൾ, നാട്ടിക, താന്യം ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ 2 ഗ്രേഡുകളിലായിട്ടുള്ള മത്സരമാണ്. എ ഗ്രേഡിൽ 7 വള്ളവും ബി ഗ്രേഡിൽ 12 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. 2 മണിക്കാണ് ഈ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്യും. മത്സരം തുടങ്ങുന്നതിന് മുമ്പുള്ള ജലഘോഷയാത്ര നടക്കും. അതിൻ്റെ ഉദ്ഘാടനം ഗീതാഗോപി എം.എൽ.എ ആണ് നിർവഹിക്കുക. സമ്മാനദാനം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആണ്. തൃശൂർ ദേശമംഗലം തലശ്ശേരിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. തൊഴിലാളികളായ 26 വയസ്സുള്ള ഷെയ്ഖുൽ, ഭാര്യ 23 വയസ്സുള്ള റുക്സാന എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. ഇവർ ജോലി ചെയ്യുന്ന കോഴി ഫാമിലേക്ക് വന്നപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. മൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫാമിനോട് ചേർന്ന് സ്ഥാപിച്ച വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റതെന്ന് സംശയിക്കുന്നുണ്ട്. കുട്ടനെല്ലൂരിൽ വാഹനത്തിൽ നിന്നും ഇരുമ്പ് പൈപ്പ് വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ മനക്കുടി സ്വദേശി അറസ്റ്റിൽ. വെളുത്തൂർ മനക്കുടി സ്വദേശിയായ നെല്ലിപ്പറമ്പ് വീട്ടിൽ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഹാജരാക്കിയ പ്രതിയെ കോടതിയിൽ റിമാൻഡ് ചെയ്തു. 21-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്നേ ദിവസം കാലത്ത് പ്രതി വാഹനത്തിൽ ഇരുമ്പ് പൈപ്പ് നിറച്ച വാഹനത്തിൽ പോയിരുന്ന സമയം വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ വാഹനത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരന്റെ മുകളിലേക്ക് ഇരുമ്പ് പൈപ്പുകൾ വീണ് കുട്ടനെല്ലൂർ സ്വദേശിയായ ഷെറിൻ മരണപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണത്തിൽ വാഹനം ഓടിച്ചിരുന്ന കേസിലെ പ്രതിയായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഗുരുവായൂരിൽ ചരിത്രം കുറിച്ച റെക്കോർഡ് വിവാഹം. തിങ്കളാഴ്ച നടന്നത് 416 വിവാഹങ്ങൾ. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച പുലർച്ചെ 4:10 മുതൽ ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്നതിന് മുൻപുള്ള 12:45 വരെയുള്ള 7 മണിക്കൂറിനുള്ളിൽ 416 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നത്. 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളുടെ റെക്കോർഡാണ് ഇതോടെ തിരുത്തപ്പെട്ടത്. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ആകെ 442 വിവാഹങ്ങളാണ് ഇന്നേക്ക് ഷീട്ടാക്കിയിരുന്നത്. രാവിലെ 4:10 ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കമായത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ, പഴയങ്ങാട് സ്വദേശിനി വിദ്യാനന്ദ് രാജിന് താലി ചാർത്തി. തുടർന്ന് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി.
വാഹന മോഡിഫിക്കേഷനായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഒന്നിലേറെ നിയമലംഘനമുണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴയടക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അനുവദനീയമായതിൽ കൂടുതൽ ഒരു ലൈറ്റും വാഹനത്തിൽ ഘടിപ്പിക്കരുത്. വീതിയേറിയ ടയറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കണം. അധിക വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ അനുവദനീയമല്ല. ഇത്തരം ലൈറ്റുകൾ കാൽനടയാത്രക്കാരെയും മറ്റു വാഹനങ്ങളെയും അപകടത്തിലാക്കുമെന്ന് കോടതി വിലയിരുത്തി. ശബ്ദവും തീയും ഉണ്ടാക്കുന്ന പുകക്കുഴലുകൾ അപകട സാധ്യത സൃഷ്ടിക്കുന്നതാണ്. ഇത് കർശനമായി നിയന്ത്രിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ മോഡിഫിക്കേഷനും പോലീസും MVDയും കർശന നടപടി എടുക്കണം. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ പിഴ വീതം ഈടാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടി അടുത്ത മാസം 7-ന് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. പ്രളയ പ്രവർത്തനത്തിനെത്തിയ വണ്ടികൾ ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിൽ കോടതി അസംതൃപ്തി രേഖപ്പെടുത്തി. കാളമുറി തണൽ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. നോബൽ പാലസിൽ നടന്ന സംഗമം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ഫാത്തിമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് AO KB ബീന ഓണ സന്ദേശം നൽകി. കാളമുറി മസ്ജിദ് മുബാറക് ഖത്തീബ് MI അബ്ദുൾ ജലീൽ മിലാദ് സന്ദേശം നൽകി. സെക്രട്ടറി SA ഷക്കീല, കൈപ്പമംഗലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ പവിത്രൻ, രശ്മി, ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, GLPS തിരുവത്ര പ്രധാനാധ്യാപിക KB ബേബി, ഫസീല ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രനെ ആദരിച്ചു. വിവിധ പരിപാടികളിൽ വിജയിച്ചവർക്ക് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഭാഗങ്ങളിലും നിന്ന് നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഓണം, പെരുന്നാളും ക്രിസ്തുമസും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു വേദിയാണ് ഇവിടെ. ടീച്ചർമാർ തന്നെ 2 ടീച്ചർമാരുണ്ട്. സന്ദേശം നൽകാനുണ്ട്, ഓണത്തിൻ്റെ സന്ദേശം നൽകാനുണ്ട്. അങ്ങനെ ഇവിടെ ഖത്തീബ് നമ്മുടെ നബിദിനം നമ്മൾ വരുന്നതാണ് അല്ലേ? നബിദിനം 24 ആണ്. എടത്തിരുത്തി ആൽഫ പാലിയേറ്റീവ് കെയർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആൽഫ ചെയർമാൻ KM നൂർദീൻ ഉദ്ഘാടനം ചെയ്തു. ആൽഫ ചെയർമാൻ KM നൂർദീൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VV സുബീഷ് അധ്യക്ഷത വഹിച്ചു. സുദർശൻ വലിയ പറമ്പിൽ, മോഹനൻ പൈനാട്ട്, ആൽഫ ഭാരവാഹികളായ പ്രതാപൻ മേനോത്ത്, അബ്ദുൾ ജബ്ബാർ, രാജ്കുമാർ, ഇബ്രാഹിംകുട്ടി, സുഭദ്ര ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946 048988. വാർത്താ നേരം തുടരുന്നു. രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടത്തിരുത്തിയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. എടത്തിരുത്തി ചാളൂർ കോവിലകത്തെ സരസ്വതി തമ്പുരാനും മനോരമ തമ്പുരാട്ടിക്കും തഹസിൽദാർ KP രമേശൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഹൻസ, ഫിലോമിന, എടത്തിരുത്തി വില്ലേജ് ഓഫീസർ സുൽഫത്ത് എന്നിവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി സമർപ്പിച്ചു. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണക്കാലത്ത് പുതുവസ്ത്രം വാങ്ങുന്നതിനായി നൽകി വരുന്ന പാരമ്പര്യ ആചാരമാണ് ഉത്രാടക്കിഴി. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ചടങ്ങ് രാജവാഴ്ചയുടെ പഴയകാല ഓർമ്മകൾ പുതുക്കുന്നതായി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കോസ്മോസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് നടക്കും. ആഗസ്റ്റ് 28-ന് ഉച്ചയ്ക്ക് 2-ന് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. KK വത്സരാജ് MLA അധ്യക്ഷത വഹിക്കും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാതിക്കോട് അലക്സ പബ്ലിക് സ്കൂൾ, കാതിക്കോട് ജവഹർ ലൈബ്രറി, ഇമാമു നഗർ, പുന്നക്കബസ സംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 28 പുരുഷ വനിതാ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. KK വത്സരാജ് MLA ചെയർമാനും ഹംസ വൈപി പടത്ത ജനറൽ കൺവീനറും ഷിബു വർഗീസ് ട്രഷററുമായ വിപുലമായ സംഘാടക സമിതിയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്. 225 പെൺകുട്ടികൾക്ക് കാതിക്കോട് അലക്സ പബ്ലിക് സ്കൂളിലും 225 ആൺകുട്ടികൾക്ക് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കളിക്കാർ, ഒഫീഷ്യൽമാർ, വളണ്ടിയർമാർ എന്നിവരടക്കം 500 പേർക്ക് 3 ദിവസവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. വനിതാ വിഭാഗത്തിലെ വിജയികൾക്ക് ഏറാട്ടുപറമ്പിൽ മെഹബൂബ് മെമ്മോറിയൽ ട്രോഫിയും, പുരുഷ വിഭാഗത്തിലെ വിജയികൾക്ക് വാടയിൽ ജോസഫ് മാസ്റ്റർ ആൻഡ് ത്രേസ്യ ടീച്ചർ മെമ്മോറിയൽ ട്രോഫിയും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KK വത്സരാജ് MLA, വർക്കിംഗ് ചെയർമാൻ VK മുജീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി സാലി റൂസ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ്,
സബാൻ, കൺവീനർ ജോഷി ജോർജ് പടമാടൻ, വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സാജു ലൂയിസ് എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക ഉദയം അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം CL ജോബി ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി അധ്യാപിക രഞ്ജിത സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ്, ഹെൽപ്പർ സതീദാസ്, ആശാ വർക്കർ ഹേമ സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ഓണസദ്യയിൽ അംഗനവാടിയിലെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. സാധാരണക്കാരുടെ ഓണാഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലാണ് വില കുതിച്ചുയരുന്നത്. പയർ 100 രൂപയും 32 രൂപയാണ്, സവാളയ്ക്ക് 60 രൂപയും, ഒട്ടുമിക്ക പച്ചക്കറികൾക്കും 50 രൂപയ്ക്ക് മുകളിലാണ് വില. ബീൻസ് 110, പാവയ്ക്ക് 80, പടവലങ്ങ 80, ചേന 80, കുക്കുംബർ 50 മുതൽ 80 വരെ, ഉള്ളി 100, ഇഞ്ചിത്തരം അനുസരിച്ച് 120 മുതൽ 200 രൂപ വരെ, മുളക് 80, തക്കാളി 35, വെളുത്തുള്ളി 240 മുതൽ 260 വരെ എന്നിങ്ങനെയാണ് വില. 30 മുതൽ 40 വരെ രൂപയാണ് പച്ചക്കറികൾക്ക് കൂടിയിരിക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശിക ഉത്പന്നം കുറഞ്ഞതും വിലവർദ്ധനവിന് കാരണമായി. പച്ചക്കറി വർധനവ് കൂടാതെ പഞ്ചസാര, ശർക്കര ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവും വർദ്ധിച്ചത് സാധാരണക്കാരുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ രുചി കുറയ്ക്കും. ആംബുലൻസിൽ 1/4 കിലോഗ്രാം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. സാഹസികമായാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോവയിൽ നിന്നും പ്രതിയായ റിയാസിനെ പോലീസ് പിടികൂടിയത്. കല്ല് റിയാസ് എന്ന ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശി അമ്പലത്തിൽ റിയാസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 26 വാണിയമ്പാറയിൽ വെച്ച് ലഹരി പിടികൂടിയ കേസിൽ അറസ്റ്റിലായ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്തർസംസ്ഥാന ലഹരി കടത്ത് കേസിലെ മുഖ്യ കണ്ണിയായ റിയാസിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിലും ജില്ലയിൽ ഓണം വിപണികൾ സജീവമാണ്. ഉത്രാട ദിനമായ നാളെ മുതൽ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നാട് ചുറ്റാൻ ഇറങ്ങും. ഉത്രാടം മുതൽ നാലോണം വരെയാണ് പലയിടങ്ങളിലും കുമ്മാട്ടികൾ ഓണത്തിന് ശേഷം ചോദിച്ചെത്തുക. 50ഓളം കുമ്മാട്ടിക്കൂട്ടങ്ങളാണ് ഒരു ഔദ്ര മുഖങ്ങൾ അണിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഓണാഘോഷത്തിന് ചടുലതാളം പകരുക. വിവിധ ക്ലബ്ബുകൾ, കലാ സാംസ്കാരിക സംഘടനകൾ കുമ്മാട്ടികളെ അണിയിച്ചൊരുക്കുന്നുണ്ട്. റെക്കോർഡ് കുതിപ്പുമായി സപ്ലൈകോ. ഓണം വിൽപ്പന 300 കോടി കടന്നു. ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായുള്ള സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന് വൻ ജനപിന്തുണയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള ഓണ വിൽപ്പന 300 കോടി രൂപ കടന്നു. വൈകുന്നേരം വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 304.65 കോടി രൂപയുടെ മൊത്ത വിൽപ്പനയാണ് വിപണിയിൽ രേഖപ്പെടുത്തിയത്. സബ്സിഡി ഇനത്തിൽ 109.31 കോടി രൂപയുടെ, നോൺ സബ്സിഡി ഇനത്തിൽ 195.34 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. മുതുവറ സെന്ററിൽ ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്ക്. കോഴിക്കോട് സ്വദേശികളായ മീനാക്ഷി, വിജിന, ശിവദത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം നടന്നത്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറിയതിനെ തുടർന്ന് 35 ദിവസം പ്രായമായ പെൺകുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതായി പരാതി. മാള സ്വദേശിയായ ദമ്പതികളുടെ മകളെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാനാത്ത് വീട്ടിൽ മനു, അന്ത്രിക ദമ്പതികളുടെ മകളെയാണ് ത്രിയുധ ആണ് എറണാകുളത്തെ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ഡോക്ടറെ വീട്ടിൽ പോയി കാണിച്ച ശേഷം ലഭിച്ച കുറിപ്പടിയുമായി മനു അഷ്ടമിച്ചിറയിലെ മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്ന് വാങ്ങുകയായിരുന്നു. എന്നാൽ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിന് പകരം നെബുലൈസറിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് ജീവനക്കാരി നൽകിയതെന്ന് ആണ് പരാതി. വാങ്ങുന്നതിനിടെ സംശയം തോന്നിയ മനു ജീവനക്കാരിയോട് ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും മരുന്ന് വായിലൂടെ കഴിക്കാൻ ഉള്ളതാണെന്ന് ജീവനക്കാരി ഉറപ്പിച്ചു പറഞ്ഞതായി മനു ആരോപിക്കുന്നു. വീട്ടിലെത്തിയ മനു മരുന്ന് നൽകി കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായതോടെ മാള ഗുരുധർമ്മ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. അപകടനില തരണം ചെയ്തുവെങ്കിലും കുഞ്ഞ് നിലവിൽ ICUവിൽ തുടരുകയാണ്. അതേസമയം മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയെ സംരക്ഷിക്കുന്നതിനായി സെക്രട്ടറി അടക്കമുള്ളവർ ഞങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി മനു ആരോപിച്ചു. സംഭവത്തിൽ ഒത്തുതീർപ്പിന് സമ്മതമല്ലെന്നും കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കിയ സംഭവത്തിൽ ഉത്തരവാദികളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കുട്ടനെല്ലൂർ ജംഗ്ഷനിലെ അലങ്കാര ഉരുളി കാർ ഇടിച്ച് തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് കാർ ഇടിച്ച് ഉരുളി തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജംഗ്ഷനിലെ വൈദ്യുതി തൂണിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് അലങ്കാര ഉരുളി സ്ഥാപിച്ചിരുന്നത്. എറവിൽ നിയന്ത്രണം വിട്ട കാർ വേലിയിൽ ചെന്നിടിച്ച് ഇരുമ്പ് പൈപ്പ് തോളിൽ കുത്തിക്കേറി യുവതിക്ക് ഗുരുതര പരിക്ക്. ചാഴൂർ സ്വദേശി പേരോത്ത് വീട്ടിൽ പ്രകാശൻ ഭാര്യ രേഖയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷന്റെ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ T അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അമിന ഷെരീഫ്, സുബൈർ കർപ്പംവെട്ടിൽ, ജനമൈത്രി സമിതി അംഗങ്ങളായ സുരേഷ് കടുത്തുശ്ശേരിക്കാരൻ, സുധീഷ് വെള്ളിക്കുളങ്ങര, CPO
എസ് അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 4-ാം വാർഡിൽ കാരപ്പാടം റോഡിലെ കാനയിൽ മലമ്പാമ്പിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ജലോത്സവം ഓഗസ്റ്റ് 26 ബുധനാഴ്ച തിരുവോണനാളിൽ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സരയൂ തീരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. തൃശൂർ ദേശമംഗലം തലശ്ശേരിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. കുട്ടനെല്ലൂരിൽ വാഹനത്തിൽ നിന്നും ഇരുമ്പ് പൈപ്പ് വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ മനക്കുടി സ്വദേശി അറസ്റ്റിൽ. ഗുരുവായൂരിൽ ചരിത്രം കുറിച്ച റെക്കോർഡ് വിവാഹം. തിങ്കളാഴ്ച നടന്നത് 416 വിവാഹങ്ങൾ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.